ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ തേർഡ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേതും. ഇന്നലെ ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട അല്ലെങ്കിൽ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഫൈനൽ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജസിന് മുൻപ് പറഞ്ഞിരുന്ന ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് കുറച്ചും കൂടെ പിക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഞാനത് പറഞ്ഞത്, സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എന്താണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എഴുതാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെ പിക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത് എന്താണ് നമ്മൾക്കൊരു ഡിഗ്രി ലെവൽ, എസ്പെഷ്യലി പ്രിലിംസിൻ്റെ ഒരു ലെവലിൽ കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളതും ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ മനസ്സിലാക്കിയിട്ട് സാധ്യതയുള്ളത് വെച്ചിട്ട് മാത്രം ഞാൻ സെലക്റ്റീവായിട്ട് എടുത്ത് തയ്യാറാക്കിയേക്കണതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനു മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇവിടെ ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കണ്ട കുറച്ച് കാര്യങ്ങളില്ല, ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ലൈക്ക് തുലികാനാമങ്ങൾ, അപരനാമങ്ങൾ, മലയാള പത്രങ്ങൾ, മാസികകൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ബേസിക് ഫാക്ട്സ്, കുറച്ച് അവാർഡ്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചോദിക്കാൻ സാധ്യതയുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദിക്കാം. അങ്ങനത്തെ രീതിയിലാണ് ഞാനത് തയ്യാറാക്കി സെറ്റ് ചെയ്തിരുന്നത്. അതുപോലെ സ്പോർട്സ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഹോസ്റ്റ് സിറ്റീസ്, ബേസിക് ഫാക്ട്സ്, ആദ്യത്തെ മലയാളികൾ ഓരോ മേഖലയിൽ നേടിയത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം സെലക്റ്റീവായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ട്രോഫീസ്, നമ്പർ ഓഫ് പ്ലെയേഴ്സ്, ഇതൊക്കെ. അതുപോലെ തന്നെ ആർട്സിൻ്റെയും നിങ്ങൾക്കറിയാം ബേസിക് ഫാക്ട്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ട 3 ഇതിലുണ്ടല്ലോ നോട്ട്സിലും കാണാത്ത കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് ആണ് ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. സോ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് സെലക്റ്റീവായിട്ട് എഴുതിയിരിക്കുന്നതാണ്. ലൈക്ക് നോക്കുക, ഞാൻ എക്സാമ്പിൾ കുറച്ചൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത്. 2026 G20 ഉച്ചകോടി വേദി അമേരിക്കയിലാണ് നടക്കാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾ 2026 കൺസേൺ ആയിട്ട് നോക്കുമ്പോൾ ഒബ്വിയസ്ലി 2025 24 നോക്കുന്നത് നല്ലതാണ്. എന്നാലും കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് 26 ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചിട്ടാണ് ഞാൻ 26 ഇട്ടത് കേട്ടോ. അതുപോലെ കാലാവസ്ഥ ഉച്ചകോടി, അത് ഞാൻ പൊസിഷനും കൂടെ എഴുതിയിട്ടുണ്ട്. COP31 ആണ്, അത് തുർക്കിയിലാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ നമുക്കിപ്പോൾ സെക്കൻഡ് സ്റ്റേജിലൊക്കെ കുറച്ച് ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുള്ള കറണ്ട് അഫെയർ, ഓരോ പൊസിഷൻ, ഓരോ സ്ഥാനത്തിരിക്കുന്നവരുടെ പേര് ചോദിച്ചുകൊണ്ട് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമല്ലോ, അതിൻ്റെ ഡയറക്ടർ ജനറലിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, സഞ്ജയ് ഗാർഗ്. പിന്നെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയികളായത് ആരാണെന്നൊക്കെ ഉള്ളത് എഴുതിയിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, വള്ളംകളി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കുറേയധികം പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണത്. സോ നിങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് വള്ളംകളി, ലൈക്ക് എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളി, പ്രസിഡൻസ് ട്രോഫി, അങ്ങനത്തെ ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അതൊക്കെ ഏതൊക്കെ കായലുകളിലാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് ഇതാണ് വിജയികൾ എന്നുള്ള രീതിയിൽ ഈ ഒരു സംഭവമാണ് ചോദിക്കാറുള്ളത്. പിന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ്, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. 10th ലെവലിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ അതും ഞാൻ ഇട്ടിട്ടുണ്ട്, കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ ഉള്ളിലോട്ടുള്ള സംഭവങ്ങളാണ് ഇവർ ചോദിക്കുന്നത് എന്നത് കണ്ടിട്ടാണ് പിക്ക് ഔട്ട് ചെയ്ത് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു മ്യൂസിയം ഉണ്ട്, സമ്രാട്ട് സമൃദ്ധി മ്യൂസിയം എന്ന് പറയുന്നത്. അത് ഗുജറാത്തിലാണ്. പിന്നെ മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ആ ഒരു പദ്ധതി ആർടെമിസ് 2 എന്നുള്ളതാണ്. അത് ഏപ്രിലായിരുന്നു ആ ദൗത്യം. ഓക്കെ, അപ്പോൾ ഈ ആർടെമിസ് 2ൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറയട്ടെ. അത് തികച്ചും വിജയകരമായിരുന്നൊരു ദൗത്യമായിരുന്നു. ഈ യാത്രയിൽ 4 ബഹിരാകാശ സഞ്ചാരികളാണ് ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിൽ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിയത്. ഓക്കെ, അവരുടെ പേരൊക്കെ വെച്ച് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന ഘോഷ്, കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ജെറമി ഹാൻസൺ എന്നിവരൊക്കെയാണ് സംഘത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോളോ 17 ശേഷം, അപ്പോളോ 17 ശേഷം, അതായത് 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രന് ചുറ്റും സഞ്ചരിച്ച ആദ്യ മനുഷ്യരാണ് ഇവർ. ഓക്കെ, മാത്രമല്ല മനുഷ്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച പുതിയ റെക്കോർഡും ഇവർ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ഓറിയോൺ പേടകം എന്ന് പറയുന്നൊരു സംഭവം ഇതിനു വേണ്ടിയിട്ട് വിക്ഷേപിച്ചത്. 10 ദിവസത്തെ ഭ്രമണപഥ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ 10 സാന്റിഗോ തീരത്ത് ശാന്ത സമുദ്രത്തിൽ, അതായത് പസഫിക് ഓഷ്യനിലാണ് ഇത് പതിച്ചത്. അതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ചിലപ്പോൾ ഈ പറയുന്ന ചന്ദ്രദൗത്യമൊക്കെ അവർ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവായിട്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിത് കൺസേൺ ആയിട്ട് ഐസാറോൻ്റെയും കൂടെ മെഷീൻസ് നോക്കണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ K-ഫോണിൻ്റെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ BCCIയുടെ പ്രസിഡന്റ്, നിലവിലെ പ്രസിഡന്റ്, ICCIയുടെ, പിന്നെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക്. കാരണം ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൽ വേണ്ട ഇൻഡെക്സുകൾ മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പട്ടിണി സൂചിക, സന്തോഷ സൂചിക, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ 38ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എറണാകുളമാണ്. അങ്ങനത്തെ കുറേയധികം ഫാക്ട്സ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം, ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണത്. അപ്പോൾ അതിൽ പുരുഷ സിംഗിൾസ് കിരീടവും അതുപോലെ വനിതകളുടെ സിംഗിൾസ് കിരീടവും നേടിയവരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഈ പേരുകളൊന്ന് ശ്രദ്ധിക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അതുപോലെ
വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങളുടെ വേദി 2026 ബെൽജിയം നെതർലാൻഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആ ഒരു നോട്ട്സിൽ ഉൾപ്പെടാത്ത കുറേയധികം കാര്യങ്ങൾ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഈ സംഭവമാണ് നമുക്ക് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് നടന്ന ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് 2025 ഡിസംബറിൽ യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ 16ാമത്തെ ഇനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദീപാവലി. ഓക്കെ, അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ്, ക്രോം OS എന്നിവ ഒരുമിച്ച് ഗൂഗിൾ പുറത്തിറക്കാൻ പോകുന്നതായിട്ട് പറയപ്പെടുന്ന പുതിയ ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അലുമിനിയം OS എന്ന് പറയുന്നത്. ഇതൊക്കെ സ്പെസിഫിക് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ഒരു ആണവോർജ്ജ നിലയം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു രാജ്യമുണ്ട് 2030 കേട്ടോ. ഒരു ടൈപ്പിംഗ് എറർ ഉണ്ട്. 2030 36 3036 ചന്ദ്രനിൽ ആണവോർജ്ജ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫാക്ട്സ് ഒക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതും മുൻപ് കാണിച്ച നോട്ട്സും നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ കൺസേൺഡ് ആയിട്ട് ചെയ്തിട്ടുള്ള നോട്ട്സും എക്കണോമിക്സിൻ്റെയും സ്പോർട്സിൻ്റെയും ITയുടെയും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഈ നോട്ട്സ് ഒക്കെ കിട്ടാൻ ഓൾറെഡി നമ്മുടെ ചാനൽ മെമ്പേഴ്സിന് കിട്ടും. ഓക്കെ, ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ലെവൽ 1 മെമ്പർഷിപ്പ് എടുത്താൽ മതി, നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് കിട്ടും. അപ്പോൾ ഒന്ന് നോക്കുക കേട്ടോ, കാരണം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ അതിലൂടെയാണ് ഇത് കംപ്ലീറ്റ് ഇടുന്നത്. എക്കണോമിക്സും IT ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ആ ഇട്ടതും ഇപ്പോൾ ഇടുന്ന ഈ കറണ്ട് അഫയേഴ്സും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടത് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ ഇവിടെ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. AI ഇമ്പാക്ട് ഉച്ചകോടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അത് ഇന്ത്യയിലാണ് ആക്ച്വലി നടക്കാൻ പോകുന്നത്. അപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കണം കേട്ടോ. AI കൺസേൺഡ് ആയിട്ട് കുറേയധികം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കറണ്ട് അഫയർ എന്നുള്ള രീതിയിൽ നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.